ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കിരണേട്ട, എന്തായാലും നമുക്ക് ഈ പ്രാവശ്യത്തെ പിറന്നാൾ ആഘോഷം സായാഹ്നത്തിൽ വെച്ച് തന്നെ നടത്താം. അവിടെ ആകുമ്പോൾ മനസ്സ് മാറി വന്ന എൻ്റെ അമ്മമ്മയും ഉണ്ടല്ലോ. കല്യാണി, നീ അവരെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചോ? അതെ കിരണേട്ടാ, ഞാൻ വിശ്വസിച്ചു. കാരണം എന്താണെന്നറിയാമോ, എത്ര പ്രാവശ്യം അവർ മാറി വന്നതാ. പക്ഷേ അതുപോലെയല്ല ഇപ്രാവശ്യത്തെ അവരുടെ വരവ്. അതെന്തായാലും ഒരു മാറ്റം തന്നെയാണ്, എനിക്കത് മനസ്സിലായി. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ അവർ മാറിയത് സത്യമാണെങ്കിൽ നല്ലത്. അതല്ല അവരുടെ മാറ്റം വെറും അഭിനയം മാത്രമാണെങ്കിൽ സങ്കടമാവില്ല കല്യാണി? ഇല്ല കിരണേട്ടാ, കാര്യങ്ങൾ ഇത്രയായില്ലേ, അവരൊരുപാട് അനുഭവിച്ചു. ഇനിയും മാറിയില്ലെങ്കിൽ അവർക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അവരെ മാറി വന്നിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുന്നത് നല്ലത്. എന്ത് കാരണം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ, ഓരോരോ വേദനകൾ വരുമ്പോഴല്ലേ നമ്മൾ മാറുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മമ്മയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. അതെ, അത് ശരിയാണ്. പക്ഷേ മാറിയെന്നും പറഞ്ഞ് വന്നിരിക്കുന്നത് പ്രകാശൻ്റെ അമ്മയാണ്, വിക്രത്തിൻ്റെ അമ്മുമ്മയും. അങ്ങനെയുള്ളപ്പോൾ അവരുടെ സ്വഭാവം മാറിയെന്ന് എനിക്കങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല കല്യാണി. സാരില്ല കിരണേട്ടാ, സാഹചര്യം അവരെ മാറ്റിയതാ. എനിക്കത് മനസ്സിലായി, പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇനിയിപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് സത്യം. കിരണേട്ട സമാധാനമായിട്ടിരിക്കെ. ഇനി അമ്മമ്മ സ്വഭാവം മാറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എല്ലാം നിൻ്റെ ഇഷ്ടം. നിനക്ക് എന്ത് തോന്നുന്നോ അതുപോലെ തന്നെ ആവട്ടെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയണം. അത് കേട്ടതും എന്നാൽ ശരി കിരണേട്ട, അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം അവിടെ വെച്ച് ആഘോഷിക്കാം അല്ലേ? ഇപ്രാവശ്യത്തെ എൻ്റെ പിറന്നാൾ സായാഹ്നത്തിൽ വെച്ച് തന്നെ ഞാൻ ഉറപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഭയങ്കര സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുനെയാണ്. സരയും വിക്രമും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പ്രകാശ ചായ ഇട്ടുകൊണ്ട് വരിക. ജീവിതത്തിൽ ഇന്നേ വരെ അടുക്കള കയറിയിട്ടില്ല, ഇത് ആദ്യമായിട്ടിട്ട ചായ, എങ്ങനെയുണ്ടെന്ന് നോക്ക് എന്നും പറഞ്ഞ് സരയുന് കൊടുക്കണം. അപ്പോൾ സരയു അത് കുടിച്ചതിന് ശേഷം സരയു പറയുക, അവൻ്റെ പിറന്നാൾ ആഘോഷം എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ്. അവൻ്റെ അച്ഛനും അമ്മയെക്കാളും കൂടുതൽ ആഘോഷിച്ചത് ഞാനും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെയാണ്. എല്ലാവരും കൂടെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇതൊക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും അവസാനം അവൻ ഞങ്ങൾക്കിട്ട് ഇങ്ങനെ ഒരു വലിയ പണി തരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ പിറന്നാൾ ദിവസം തന്നെ അവൻ മരിക്കണമെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് എന്തായാലും എന്ത് സംഭവിച്ചാലും അവൻ മരിക്കണം, അവൾ കരയണം. സരയു നോക്കിക്കോ, ഞങ്ങൾ ഒരാളെയല്ല 2 പേരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കിരൺ, മറ്റൊന്ന് കാർത്തിക. ഞങ്ങളുടെ ജീവിതം തകർത്തവൾ അവൾ, ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചവൾ. അവളെ ഉറപ്പായിട്ടും കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അതെ, അത് ശരിയാ. ഇവനെ പറഞ്ഞതുപോലെ ചെയ്യുമ്പോളെ ഇവൻ്റെ ജാതകത്തിലുണ്ട് ഇവൻ വിക്രമാദിത്യനാ, ചക്രവർത്തിയാകും, രാജകുമാരനാകുമെന്നൊക്കെ. അതെ, അത് പറയുന്ന വാക്കിലല്ല, പ്രവൃത്തിയിലാണ് വേണ്ടത്. നീ എന്ത് ചെയ്താലും പ്രവൃത്തിയിൽ വിജയകരമാകണം മോളെ. ഇവന് പുറത്ത് വലിയൊരു ടീമുണ്ട്. ആ ടീമുകളെല്ലാവരും കൂടി ചേർന്നാൽ ഇവൻ വിചാരിച്ച കാര്യം നടക്കും, അത് ഉറപ്പാ. ആദ്യം പ്രവർത്തിച്ച് കാണിക്കേ. നീ സൂക്ഷിക്കണം വിക്രം. നീ അന്ന് താരയെ കൊല്ലാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ പുതച്ചു മൂടി കിടന്നത് താരയല്ല, ആ കിരണാണ്. അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണം. നീ പോകുന്നത് പുലിമേടയിലേക്കാണെന്ന് ചിന്തിച്ചിട്ട് വേണം പോകാൻ. എനിക്കിപ്പോൾ ആരെയും പേടിയില്ല സരയു. അവരെയൊക്കെ കൊല്ലണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയവരാ. വലിയ കൊട്ടാരത്തിൽ നിന്നും എന്നെയും എൻ്റെ അച്ഛനെയും കുടിലിലേക്ക് തള്ളിയവരാ. എൻ്റെ അമ്മുമ്മയെ എന്നിൽ നിന്നും പറിച്ചെടുത്തവളാ ആ കല്യാണി. അവൾ കരയണമെന്നുള്ളത് എൻ്റെയും കൂടെ ആഗ്രഹമാണ്, എൻ്റെയും കൂടെ ആവശ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എനിക്ക് അത് മറക്കാൻ കഴിയില്ല. അവളില്ലാതെ ഈ നാട്ടിൽ സുഖമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ നമ്മൾ അനുഭവിച്ച വേദന അവളും അനുഭവിക്കണ്ടേ? അതുകൊണ്ട് അവൾ കരയാൻ വേണ്ടി അവളെ വെറുതെ വിടാം, എന്നിട്ട് കിരണിൻ്റെ ജീവൻ അങ്ങ് എടുക്കാം. അതെ, അവളുടെ എല്ലാ ഭാഗ്യവുമായ കിരണിൻ്റെ ജീവൻ എടുത്തതിന് ശേഷം മാത്രമേ എനിക്കിനി ഉറക്കമുണ്ടാവൂ. എല്ലാ രാത്രികളും ഉറക്കമൊഴിയാതെ ഞാൻ കാത്തിരിക്കും. എല്ലാത്തിനെയും ഒരു പാഠം പഠിപ്പിക്കണം, എല്ലാത്തിനെയും, പ്രത്യേകിച്ച് ആ കിരണിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അവിടെ ഒന്ന് എഴുന്നേറ്റ് പോവുക. അപ്പോൾ നമ്മുടെ പ്രകാശൻ, എടാ അവൾ പറഞ്ഞതിലും കാര്യമില്ലേ? എന്ത് കാര്യം? അല്ല, അവൾ പറഞ്ഞത് നീ കേട്ടല്ലോ. വാക്കാൽ മാത്രം വെല്ലുവിളിച്ചാലും പറഞ്ഞാലും പോരാ.
പ്രവൃത്തിയിലും ഉണ്ടാവണം. എടാ, നീ ഇത്രയും നാളും വാക്ക് പറഞ്ഞിട്ട് വല്ലതും ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? നീ കാരണം, നീ ഒറ്റ ഒരുത്തൻ കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്താ പറയുന്നേ? ഞാൻ ഒറ്റ ഒരുത്തൻ കാരണോ? നാട് നീളെ നടന്ന് സംബന്ധം ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നും വിക്രം പ്രകാശൻ്റെ മുഖത്ത് നോക്കി പറയുക. അത് കേട്ടത് വിക്രം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാനാകാതെ പ്രകാശൻ താടിയും ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂങ്ങയാണ്. മൂങ്ങ ഇങ്ങനെ രാമായണമൊക്കെ വായിക്കുമ്പോൾ എല്ലാവരും മൂങ്ങയെ സപ്പോർട്ട് ചെയ്യുക. പേടിക്കണ്ട, നന്നായിട്ട് പറ്റും. ഞങ്ങളും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ആദ്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എല്ലാം പതിയെ ശരിയായി. മനസ്സ് മാറി വന്നല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ വായിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ടചിന്തകളും അങ്ങ് വിട്ടുപോകും. ഞാനും ഇതൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ രാമായണം വായിക്കുക എന്ന് പറയുന്നത് ഒരു സുഖമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസമായതും മൂങ്ങയോട് വന്നിട്ട് അമ്മ പറയാ, അതേ ഒരു കാര്യം അറിയോ? എന്ത് കാര്യമാണ് എന്ന് മൂങ്ങ ചോദിക്കുകയാണ്. ഇവിടെ ഒരു മേഡം വന്നില്ലേ, നിങ്ങളുടെ കൊച്ചുമോള്. ആ കൊച്ചുമോളുടെ ഭർത്താവുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പിറന്നാളാ നാളെ. ആ പിറന്നാൾ ഇവിടെ വെച്ച് ആഘോഷിക്കുന്നേ. നമ്മളൊക്കെ സന്തോഷിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ, ആ മേഡത്തിൻ്റെ മുത്തശ്ശി ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ലെങ്കിലും അവൾ നന്മയുള്ളവളാ. അവൾ നന്മയുള്ള മനസ്സുള്ള കുട്ടിയായതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയത്. ഈ സന്തോഷം അവൾ അനുഭവിക്കും. ഒരുപാട് സന്തോഷം അനുഭവിക്കും. കാരണം അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ മോനും എൻ്റെ കൊച്ചുമോനും കൂടെ അവളെ. പാവം. എന്നിട്ടും അതൊക്കെ മറന്ന് മനസ്സിലെ നന്മയുള്ള ആ കുട്ടി എന്നെ ഇപ്പോൾ സ്നേഹിക്കുക. ആ സ്നേഹം എനിക്കിനി ആസ്വദിക്കണം, മരിക്കുവോളം ആസ്വദിക്കണം എന്നും പറഞ്ഞ് മൂങ്ങ നിൽക്കുക. നന്മയില്ലാതെ ആയിപ്പോയത് എൻ്റെ മോനും എൻ്റെ കൊച്ചുമോനും എനിക്കുവാ. അത് മനസ്സിലാക്കിയതേ ഉള്ളൂ ഞാൻ. ഇനി എനിക്ക് എൻ്റെ കൊച്ചുമോളെ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. ഇനി സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. കൊച്ചുമോളെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അന്നേരം മേഡത്തിനോട് സ്നേഹത്തോടെ പെരുമാറുകയും മേഡത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ, അന്ന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇനി ചെയ്തു കൊടുക്കാമല്ലോ. അതെ, അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്യാണ്. കിരൺ എവിടെയോ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക. അപ്പോഴേക്കും കല്യാണി വന്നു. നീ ഇത് കാലത്ത് തന്നെ എവിടെയാണ് കല്യാണി പോയത്? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അല്ല, ഇതെന്താ കയ്യിലൊരു കവറുണ്ടല്ലോ, ഇത് പിടിച്ചേ. അപ്പോൾ നമ്മുടെ കിരൺ അത് മേടിച്ചു. എനിക്ക് മനസ്സിലായി, എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ? അതെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കൊടുക്കുക. അങ്ങനെ അത് കിരൺ തുറന്നു നോക്കി. വാവ്, സൂപ്പറായിട്ടുണ്ട് കല്യാണി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതെ, ഇത് നാളെ ഉടുത്താൽ മതിയേ. നാളെ ഉടുക്കുള്ളൂ. ഇനി ആ കൈ ഇങ്ങ് നീട്ടിയേ. അത് കേട്ടത് കിരൺ കൈ നീട്ടുക. അപ്പോൾ വലിയൊരു ഗോൾഡിൻ്റെ കൈ ചെയിൻ നമ്മുടെ കല്യാണി കിരണിൻ്റെ കയ്യിലിട്ട് കൊടുക്കുക. ഹായ്, കൊള്ളാമല്ലോ. അതെ, എന്തിനാ കല്യാണി ഇതൊക്കെ മേടിച്ചേ? ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഒരുപാട് മുകളിലാണ്. ആ സമയത്ത് സ്വർണ്ണമൊക്കെ മേടിക്കണോ? അത് കേട്ടതും, അതെ, ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഒരു കമ്പനിയല്ല, കാർത്തിക ചേച്ചിയുടെ കമ്പനിയും കൂടിയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വരുമാനം ഉള്ളപ്പോഴല്ലേ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ മേടിക്കാൻ പറ്റൂ. അല്ലാതെ എല്ലാം നഷ്ടപ്പെടുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയോ ചെയ്താൽ നമ്മൾ ആഗ്രഹിച്ചത് മേടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കിരണേട്ടാ ആഗ്രഹിച്ചതൊക്കെ മേടിക്കുന്നത്. അതെ, ആഗ്രഹിച്ചതൊക്കെ മേടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു അർത്ഥമുള്ളതാവുന്നത്. അല്ലെങ്കിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? പിന്നെ ഈ കഴിച്ചേനൊന്ന് നോക്കിയേ, ഇതെവിടെ നിന്നാണ് മേടിച്ചെന്ന് മനസ്സിലായോ? അത് പിന്നെ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ? മൂർത്തീസ് ജ്വല്ലറിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. നീ അവിടെ ചെന്നപ്പോൾ ആദർശ് അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ആദർശേട്ടൻ ഓഫീസിലല്ലേ. പിന്നെ ഞാനവിടെ ചെന്നപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. ഇപ്പം നയനയും ആദർശേട്ടനോടൊപ്പം അവിടെ ഉണ്ടെന്നാണ് കേട്ടത്. അത് മാത്രമല്ല, ആദർശേട്ടൻ ഇപ്പോൾ നയനയെ നന്നായിട്ട് സ്നേഹിച്ചു തുടങ്ങി. അതുപോലെ ആദർശേട്ടൻ്റെ അമ്മയും. പിന്നെ ഞാൻ ചെന്നപ്പോൾ പണിക്കൂലി പാതിയെ എടുത്തോളൂ, പൈസ നന്നായിട്ട് കുറച്ച് തരികയും ചെയ്തു എന്നൊക്കെ പറയുക. അതല്ലേലും തരാതിരിക്കോ? അവൻ നമ്മുടെ കൂട്ടുകാരല്ലേ. കല്യാണി, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? അത് കേട്ടത്, വേണോ കിരണേട്ടാ? ഈ യാത്രയൊക്കെ പോകുന്നത് എനിക്കിപ്പോൾ പേടിയാണ്. യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് കേട്ടത്, വേണ്ട കല്യാണി, എന്തിനാ പേടിച്ച് നമ്മൾ മാറി നിൽക്കുന്നത്? അങ്ങനെ പേടിച്ച് മാറി നിൽക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം? അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും പേടിക്കാനേ സമയം ഉണ്ടാവും. നീ റെഡിയാവും, നമുക്ക് പോവാം. റെഡിയാവാൻ എന്നാൽ ശരി. പിന്നെ ഞാൻ റെഡി ആയിട്ട് വരാം. കിരണേട്ടൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടാൽ മതി, നാളെ അത് ഇട്ടാൽ മതിയേ. ശരി എന്നും പറഞ്ഞ് കിരൺ ഇങ്ങനെ ചിരിക്കുക. അങ്ങനെ
കല്യാണി റെഡി ആകാനായിട്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദീപയെയും താരയാണ്. മക്കളാണെന്നൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല താരെ. എൻ്റെ മോനെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. 2 പെണ്ണും ഒരാണുമാ. എന്നിട്ടും അവൻ്റെ സ്വഭാവം കണ്ടോ? അവൻ തലതിരിഞ്ഞു പോയില്ലേ. ഇപ്പം എൻ്റെ മോനാണെന്ന് പോലും പറയാൻ എനിക്ക് പേടിയാ. ഞാൻ ആരോടും അങ്ങനെ പറയാറുമില്ല. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ ഏതോ ക്രിമിനൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നേ. അതുകൊണ്ട് തന്നെ ഇപ്പം അവനെക്കുറിച്ചുള്ള ചിന്തകളൊന്നും എനിക്കില്ല താരെ എന്നൊക്കെ പറയണം. അത് കേട്ടതും താര ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുക. സരയുനിപ്പോൾ സരയുൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞാൽ പോലും താരയെ സ്നേഹിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നേ. കാരണം അവൾക്ക് അതൊരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവൾ എപ്പോഴും മനസ്സിൽ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നത് താര അവളുടെ അമ്മയാകരുത് എന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം കിരണും കല്യാണി റെഡിയായിട്ട് വരുമ്പോൾ നമ്മുടെ ദീപ ചോദിക്കുക, 2 പേരും കൂടി ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നും. ഞങ്ങളൊന്ന് പുറത്തൊക്കെ കറങ്ങാൻ പോവുക. നാളെ കിരണേട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ഇന്ന് തന്നെ കറങ്ങാൻ പോയാൽ നാളെ സായാഹ്നത്തിൽ പോയി എല്ലാം ആഘോഷിക്കാമല്ലോ. അത് നന്നായി. എന്തായാലും 2 പേരും പോയിട്ട് വാ. അമ്മേ, ഞാനും കിരണേട്ടനും ഇവിടെ ഇല്ലാത്ത സമയത്ത് അമ്മ ആൻറ്റിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. എവിടെയും ആൻറ്റി ഇട്ടേച്ച് പോകരുത്. ഇല്ല മോളെ, ഞാൻ നോക്കിക്കോളാം. അവസരം പാർത്ത് നിൽക്കുക അമ്മേ അപ്പുറത്തുള്ളവൾ. അതുകൊണ്ട് എനിക്ക് പേടി. അമ്മേ സൂക്ഷിക്കണേ. ആൻറ്റി സൂക്ഷിക്കണം കേട്ടോ. ഏത് നിമിഷവും എന്തോ സംഭവിക്കാം. സരയുനെന്താ പെട്ടെന്ന് ആൻറ്റിയോട് ഇത്രയും ദേഷ്യം? ആൻറ്റി അവൾ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവൾക്ക് സഹിക്കുന്നുണ്ടാവില്ല. അതാണ് പ്രശ്നം, വേറൊന്നുമില്ല. അത് ശരി തന്നെയാ. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും പറയണ്ട കേട്ടല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും എന്നും കൂടെ ഉണ്ടാവണം. അവസരം കാത്ത് പതുങ്ങിയിരിക്കും അവൾ. എപ്പോൾ പായുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് നിമിഷവും ഒരു പ്രതീക്ഷ വേണം. അവൾ കടന്നു വരുമെന്നുള്ള പ്രതീക്ഷ കേട്ടല്ലോ. ശരി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ പറയാം. അത് കേട്ടത് കല്യാണിയും കിരണം അങ്ങ് പോവുക. ഈ സമയം അത് ജനലിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുക സറിയും. പോടാ പോ, ആഘോഷമാക്കാൻ വേണ്ടി പോവുക. എന്തായാലും അവളെ കൊണ്ട് നീ എത്രത്തോളം പോകുമെന്ന് ഞാനൊന്ന് കാണട്ടെ. നിൻ്റെ എല്ലാ സന്തോഷവും അവസാനിക്കൂടാ. എടി കല്യാണി, നിൻ്റെ ഭാഗ്യമായ നിൻ്റെ ഭർത്താവ് നിൻ്റെ അടുത്ത് നിന്നും ഇല്ലാതെയാകും. നീ നോക്കിക്കോ. അവനെക്കുറിച്ച് ഓർത്ത് ജീവിതകാലം മുഴുവനും കരയേണ്ടി വരുന്നൊരവസ്ഥയാണ് ഇനി നിനക്കുണ്ടാകാൻ പോകുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഷാരി വന്ന് വാതിൽ തുറക്കുക. ഓ, നീയായിരുന്നോ? പിന്നെ ആരെയാ? വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നോ എന്ന് മനോഹർ ചോദിക്കുക. അത് കേട്ടതും രാഹുൽ വരികയാണ്. ഓ, ഇങ്ങേര് ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ ആരെ പ്രതീക്ഷിച്ചായിരുന്നു ഇരിപ്പ്? അതെ, ഞാൻ നിങ്ങൾക്കൊരു സാരി മേടിച്ചു. എനിക്കെങ്ങും വേണ്ട. എനിക്കെന്തിനാ നീ സാരി മേടിച്ചത് എന്നും ഷാരിയുടെ ചോദ്യം. അത് കേട്ടുണ്ടോ എന്ന് സരയും. ഇതാ മനുവേട്ടൻ്റെ കുഴപ്പം. മനുവേട്ടനെ അർഹതയുള്ളവർക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കാവൂ. അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് ഇതൊക്കെ എന്തിനാ വെറുതെ മേടിച്ചു കൂട്ടുന്നേ? എൻ്റെ മോളൂനും കുഞ്ഞിനും ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ കടയിൽ കയറി. അപ്പോൾ അമ്മയ്ക്കൊരു സാരി മേടിക്കണമെന്ന് തോന്നി. ഇവർക്ക് മാച്ചായ ഒരു സാരി അവിടെ കിടക്കുന്നതും കണ്ടു. അതുകൊണ്ട് മേടിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും കൊണ്ട് മേടിച്ചതല്ല മോളൂ എന്നൊക്കെ പറയണം. അത് കേട്ടതും അതെ, എന്തെങ്കിലും മനസ്സിലിത്തിരി സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് മേടിക്ക്. എൻ്റെ മനുവേട്ടൻ കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് വന്നതല്ലേ. അത് കേട്ടതും ഓ, ഇവനോ കഷ്ടപ്പാടോ? ഇവൻ്റെ നല്ല മനസ്സൊന്നും അല്ല മോളെ. എൻ്റെ മനുവേട്ടൻ്റെ മനസ്സ് പരിശുദ്ധമാണ്. എൻ്റെ മനുവേട്ടൻ്റെ മനസ്സ് പാവമാണ്. എൻ്റെ മനുവേട്ടൻ്റെ പഞ്ചപാവമാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇവനിരുന്ന് ചിരിക്കുമായിരിക്കും. അതെന്തിനാ അങ്ങനെ ചിരിക്കുന്നേ? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ മോളൂ. ഒരിക്കൽ ഇങ്ങനെ കാണിച്ച ആ ഡോക്ടറുണ്ടല്ലോ മെൻ്റൽ ഹോസ്പിറ്റലിലെ, അയാളെ ഒന്നുകൂടെ ഒന്ന് കാണിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനുവേട്ട, ഇനി മേല എനിക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ഇവർക്കൊന്നും മനുവേട്ടൻ എടുക്കണ്ട. അതാ നല്ലത്. ശരി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹറും സരയും അങ്ങ് പോവുക. ഈ സമയം സരയുടെ വാക്കുകളൊക്കെ കേട്ട് നമ്മുടെ രാഹുൽ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഷാരി ആ തുണിക്കവർ അങ്ങ് തൂക്കി എറിഞ്ഞതിന് ശേഷം ഓരോന്ന് ആലോചിക്കുക. അപ്പോൾ അവനും നമ്മളെ ഇട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ചതിയനാണ് അവൻ. ചതിയൻ. തന്നെക്കാളും വലിയ ചതിയനുണ്ടോടോ? സ്വന്തം ഭാര്യ കൂടെ ഉണ്ടായിട്ടും കള്ളും കുടിച്ച് വന്ന് വേലക്കാരിയുടെ പിന്നാലെ, അതും സംസാരിക്കാത്തവളുടെ പിന്നാലെ പോയി അവളെ കൈകാര്യം ചെയ്തതിന് ശേഷം അവൾ ചീത്തപ്പേര് കേൾപ്പിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഉപേക്ഷിച്ചവനല്ലേടോ താൻ. എന്നിട്ട് താൻ വെറുതെ ഓരോന്ന് ഉടായ്പ പറയണ്ട കേട്ടല്ലോ. എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് തൻ്റെ തലക്കെട്ടടിക്കും എന്നും പറഞ്ഞ് ഷാരി ഇങ്ങനെ കലിപ്പിൽ നിൽക്കുക. ഈ സമയമാണെങ്കിൽ മനോഹറിനോട് ചോദിക്കാം, മനുവേട്ടാ എനിക്ക് ഡ്രസ്സ് എടുത്തത് പോട്ടെ, എന്തിനാ വെറുതെ അമ്മയ്ക്കെടുത്തേ മോളെ? സത്യം പറയാലോ, നിൻ്റെ അമ്മയെ കാണുമ്പോൾ എനിക്ക് സഹതാപവും സങ്കടമൊക്കെ തോന്നുക.
പാവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രസവിച്ച മകൾ മരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കാമുകിയുടെ മകളെ കൊണ്ടുവന്ന് മോളുടെ അടുത്ത് ആ അമ്മയുടെ അടുത്ത് വയ്ക്കുന്നു. ആ മകളെ ഇത്രയും നാൾ സ്വന്തം മകളാണെന്ന് പറഞ്ഞ് വളർത്തുന്നു. ഇതൊക്കെ ഏതൊരു അമ്മയുടെയും ഗതികേടല്ലേ മോളെ. അതുകൊണ്ടാണ് എനിക്ക് പാൻ തോന്നുന്നത്. ഈ നരകത്തിൽ നിന്ന് നമുക്ക് പോകാം മനുവേട്ടാ എന്നും സരയു പോണം. ഇപ്പം എല്ലായിടത്തും ഭയങ്കര ചൂട് പിടിച്ചിട്ടേ എൻ്റെ 2 റിസോർട്ട് വരെ കത്തിപ്പോയിട്ടുണ്ട്. സത്യമാണ് മനുവേട്ടാ. പിന്നെ ഞാനെന്തിനാ നുണ പറയുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. മനുവേട്ടാ ഇനി എപ്പോഴാണ് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്? എനിക്കിവിടെ നിന്നും അടുത്ത് മനുവേട്ടാ. എപ്പോഴെങ്കിലും ഈ നാട്ടിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ചൊന്ന് പോയാൽ മതി. എനിക്ക് എൻ്റെ മനുവേട്ട മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സരയു മനോഹറിൻ്റെ അടുത്ത് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുക. നെഞ്ചിൽ മോളെ ഇങ്ങനെയൊന്നും മോള് കരയരുത്. മോള് വിഷമിക്കുന്നത് കാണുമ്പോഴാണ് ഈ ഹൃദയം നിന്ന് പോകുന്നത്. മോൾ ഒരിക്കലും വിഷമിക്കരുത്. അപ്പോൾ സരയുവിനെ തടയെ കൊണ്ട് മനോഹരോ പിന്നെ ഈ പിശാശിൻ്റെ അടുത്തത് എപ്പോൾ പോകാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് നടക്കുക മനുഷ്യൻ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.